രണ്ട് പക്ഷത്തെയും ഒമാനിൽ ദോഹയിൽ ഒരുമിച്ച് കൂട്ടാൻ കഴിയുക എന്നുള്ളത് മധ്യസ്ഥ രാജ്യങ്ങളുടെ വിജയം തന്നെയാണ്. അപ്പോഴും ഹോർമുസിലെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്നുള്ളതും കൂടി അറിയണം. MC, എന്താണ് ഇപ്പോഴത്തെ ഈ രംഗം? ഒടുക്കം സ്ഥിതിഗതികൾ ശാന്തമാകുന്നു എന്ന ആശ്വാസകരമായ റിപ്പോർട്ടുകളുണ്ട്. എന്താണ് ഹോർമുസിൽ നിന്നുള്ള അപ്ഡേറ്റ്? സൈഫുദ്ദീൻ, പിന്നിട്ട 3 ദിവസത്തിനുള്ളിൽ 48 എണ്ണക്കപ്പലുകൾ ഹോർമുസ് കടന്നതായിട്ടാണ് ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം വരുന്നത്. വളരെ എല്ലാ തലങ്ങളും പരിശോധിച്ച് മാത്രമാണ് ഇറാന്റെ ഭാഗത്തു നിന്നും കപ്പലുകൾക്ക് അനുമതി നൽകുന്നത്. ഇതിന് പുറമെ മുസന്തം പെനിൻസുല കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പുതിയ കപ്പൽപാത അമേരിക്കയുടെയും UN-ന്റെയും ഒക്കെ മേൽനോട്ടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. പക്ഷെ അതിലൂടെ പോയ 2 കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായതോടുകൂടി ആ നീക്കത്തിൽ നിന്ന്, ആ ലക്ഷ്യത്തിൽ നിന്ന് അമേരിക്കയും അതോടൊപ്പം തന്നെ UN ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും പൂർണ്ണമായിട്ട് പിന്മാറുകയായിരുന്നു. ഇന്നിപ്പോൾ നടന്ന ഏറ്റവും വലിയൊരു പ്രത്യേകത, ഇറാനും ഒമാനും തമ്മിൽ ഹോർമുസുമായി ബന്ധപ്പെട്ട വളരെ വിശദമായിട്ടുള്ള ആദ്യ ചർച്ച നടന്നു എന്നതാണ്. ആ ചർച്ചയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. പക്ഷേ എന്തായാലും ഒരു അന്താരാഷ്ട്ര കപ്പൽപാത എന്ന നിലക്ക് സ്വതന്ത്രമായി തന്നെ ഹോർമുസ് നിലനിൽക്കണമെന്നും അവിടെ ഫീസ് ഏർപ്പെടുത്തുന്ന ഉൾപ്പെടെയുള്ള നടപടികളോട് തങ്ങൾക്ക് ഒരു താല്പര്യവും ഇല്ല എന്നാണ് ഒമാൻ നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഫ്രാൻസിന്റെ മേൽനോട്ടത്തിലും ചില ചർച്ചകൾ ഒമാനുമായി നടന്നിരുന്നു. ഇതിനോട് വളരെ ശക്തമായിട്ടുള്ള വിയോജിപ്പ് ഇറാൻ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. MC നാസറാണ് ദുബായിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്.